ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന വിശ്വാസിയുടെ നിലവിളിക്ക് ഉത്തരമായി ഈശോ നൽകിയ പ്രാർത്ഥനാ സമ്മാനമാണത്. 30 സെക്കൻഡിനുള്ളിൽ ചൊല്ലിത്തീർക്കാവുന്ന നിസ്സാരമായൊരു പ്രാർത്ഥനയല്ലത്. വിശുദ്ധ ബെനവന്തുരെ പറയുന്നു, സർവശക്തൻ്റെ അപരിമേയതയും സ്വർഗത്തിൻ്റെ അനന്യതയും ബലഹീനനായ മർത്യൻ്റെ പരിദേവനങ്ങളും സഭയുടെ ഐക്യവും പ്രഘോഷിക്കപ്പെടുന്ന മനോഹര കാവ്യമാണത്. മതാതീതവും കാലാതീതവുമായ ഈ പ്രാർത്ഥന ദൈവമക്കളുടെ സ്വാതന്ത്ര്യ പ്രഘോഷണവുമാണ്. സരളമായ വാക്കുകളിലൂടെ ഈശോ വരച്ചുകാട്ടുന്ന ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും പരപ്പും ആർക്ക് നിർണയിക്കാനാകും? താൻ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പൂർണ്ണത അവൻ വെളിപ്പെടുത്തിയത് കുരിശിലാണ്. പിതാവേ, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ജപത്തോടെ മിഴിയടച്ച ദൈവസുതൻ ഓർമ്മ വച്ച കാലം മുതൽ എത്രയോ തവണ ഉരുവിട്ടു ഹൃദയമന്ത്രമായ ജപം. വേദനയിൽ ആശ്വാസമായിട്ടുണ്ട്, കരച്ചിലിൽ തലോടലായിട്ടുണ്ട്, പ്രലോഭനങ്ങളിൽ വെളിച്ചമായിട്ടുണ്ട്. ഇനിയൊരു വട്ടം അർത്ഥമറിഞ്ഞു ചൊല്ലുവാൻ ഈ നോമ്പുകാലം വരമേകട്ടെ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഉച്ചത്തിൽ പറയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആമേൻ. നൊമ്പര തീജ്വാലയാ യേശുവേ, നിന്നെഞ്ചകം എരിയുന്നുവോ? സങ്കട തീജ്വാലയിൽ യേശുവേ, നിൻ മാനസം ഉരുകുന്നുവോ? മരുഭൂമി സമമായി ഏകനായീശോ മൺചിരാതായി എരിയുന്നുവോ? നൊമ്പര തീജ്വാലയായി യേശുവേ, നിന്നെഞ്ചകം എരിയുന്നുവോ? ഗത്സമേ നിദ്രാവിഹീനമാം നയനങ്ങളുയർത്തി വിശ്വൈകനാഥൻ കേഴുന്നുവോ? നിദ്രാവിഹീനമാം നയനങ്ങളുയർത്തി വിശ്വൈകനാഥൻ കേഴുന്നുവോ? എന്നെ വെടിഞ്ഞുവോ എൻ ദൈവമേ? ചേർത്തിടാമീ പാനപാത്രം തിരുഹിതം പോ.